നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. അൽ മുക്താദിർ തട്ടിപ്പ് നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. 2000 കോടി രൂപയോളമാണ് അൽ മുക്താദിർ പലതരത്തിൽ നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് അൽ മുക്താദിറിൻ്റെ മുതലാളി മൻസൂർ എന്ന് വിളിക്കുന്ന ആൾ മൻസൂർ തട്ടിപ്പ് നടത്തിയതെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ, ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അൽ മുക്താദിറിൻ്റെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഈ നിക്ഷേപകരുടെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കോട്ടയത്തും തിരുവനന്തപുരത്തും പാലക്കാട്ടും കോഴിക്കോടുമൊക്കെ, അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നിക്ഷേപമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ നൽകിയ ആളുകളുടെ പരിതാപം അല്ലെങ്കിൽ അവരുടെ പരിഭവം, അവരുടെ വേദനകളൊക്കെ തന്നെ നമ്മൾ കണ്ടു. പക്ഷേ ഇതൊന്നും തന്നെ പ്രമുഖ മാധ്യമങ്ങൾ, അതായത് സാറ്റലൈറ്റ് മാധ്യമങ്ങളായാലും പ്രിന്റ് മീഡിയ ആയാലും ഇതൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓൺലൈൻ മീഡിയ മാത്രമാണ് അൽ മുക്താദിറിൻ്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം ചെയ്യുന്നതും. പക്ഷേ ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ നിക്ഷേപകരുടെ ഇടയിൽ തന്നെ മുതലാളിമാരുടെ ഏജന്റുമാർ കയറിക്കൂടി ഈ നിക്ഷേപകരെ പല വഴിക്ക് ഇത്തരത്തിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രതിഷേധിക്കാതിരിക്കാനുള്ള വഴികൾ ആലോചിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് കോട്ടയത്ത് അൽ മുക്താദിർ ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തേർഡ് ന്യൂസിലെ മാധ്യമപ്രവർത്തകരെ ഈ നിക്ഷേപകർ ചിലർ വിളിക്കുകയും നിങ്ങൾ വന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന തരത്തിൽ അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ നിക്ഷേപ സൗഹൃദ അല്ലെങ്കിൽ നിക്ഷേപ കൂട്ടായ്മ നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമ പ്രവർത്തകർ എത്തുകയും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഇത് ഞങ്ങൾക്ക് വാർത്തയാക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തേർഡ് ന്യൂസിൻ്റെ സംഘത്തെ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ച ആളുമായി സംസാരിക്കുമ്പോൾ എനിക്ക് തെറ്റുപറ്റി, എനിക്കറിയില്ലായിരുന്നു ഇത് വാർത്തയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവാതിരിക്കാനുള്ള ചില ആളുകളുടെ തന്ത്രമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് അവഹേളിക്കുന്നത് ശരിയല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. അതിലേറ്റവും പ്രധാന മാധ്യമങ്ങൾ, അതായത് ദൃശ്യമാധ്യമങ്ങളും തന്നെ അൽ മുക്താദിറിൻ്റെ വാർത്ത ചെയ്യുന്നില്ല എന്ന് നമ്മളോടൊപ്പം പരിഭവം പറഞ്ഞ ആളുകളാണ് ഈ നിക്ഷേപകരിൽ കൂടുതലും. മറ്റൊരു മീഡിയ അല്ലാതെ, ഓൺലൈൻ മീഡിയ അല്ലാതെ മറ്റൊരു മാധ്യമങ്ങളും ഇത്തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആരാണ് ഇവർക്കിടയിൽ നുഴഞ്ഞു കയറി മുതലാളിയുടെ ഭാഗത്തു നിന്നും ന്യായീകരണ തൊഴിലാളികളായി മാറുന്നതെന്ന് ഈ നിക്ഷേപകർ തന്നെയാണ് ആലോചിക്കേണ്ടത്. കൃത്യമായും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങളൊക്കെയാണ് ഓൺലൈൻ മീഡിയ പുറത്തു കൊണ്ടുവരുന്നത്. അവരുടെ പ്രതിഷേധം പുറത്തു വന്നതിന് ശേഷമാണ് അല്പമെങ്കിലും ഒരു മാറ്റം ഈ മുതലാളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുകൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ മാസം 10 പേർക്കെങ്കിലും പണം തിരിച്ചു കൊടുക്കുമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം, അതായത് ഒരു ഉറപ്പ് ഈ മുതലാളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആർക്കും തന്നെ ഇത്തരത്തിൽ പണം അല്ലെങ്കിൽ നിക്ഷേപിച്ച പണം സ്വർണമായോ പണമായോ തിരിച്ച് നൽകിയിട്ടില്ല എന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആളുകളെ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങളുടെ മുഖം കാണിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താനുള്ള ആളുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയാണ് അല്ലെങ്കിൽ അവർക്ക് പ്രചോദനം നൽകുകയാണ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങളുടെ 5 ലക്ഷവും 10 ലക്ഷവും 1 കോടിയുമൊക്കെയാണ് നിക്ഷേപിച്ചത്. അത് കള്ളപ്പണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം ഇത്തരത്തിൽ കാണിക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്നാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. എന്തായാലും ഒരു മാധ്യമവും തിരിഞ്ഞു നോക്കാത്ത നിങ്ങളുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തത് നമുക്ക് അറിയാം പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളാണ്. അല്ലാതെ വലിയ മാധ്യമങ്ങളും തന്നെ വന്ന് ഇതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, അത്തരത്തിൽ പ്രമുഖ മാധ്യമങ്ങളുടെ ഓഫീസുകളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൽ പലരും ഞങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞതുമാണ്. അവർക്കൊക്കെ തന്നെ കോടികളുടെ പരസ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽ മുക്താദിറിൻ്റെ ഈ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങളുടെ വിഷമം അതൊന്നും തന്നെ ജനങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ അവർക്ക് താല്പര്യവും ഉണ്ടായില്ല. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ ഇങ്ങനെ വരരുത്, ഷൂട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ആളുകൾ അത് നിങ്ങൾക്കിടയിൽ തന്നെയുള്ള ശത്രുക്കളാണ്. എന്തായാലും അൽ മുക്താദിർ മുതലാളി പറഞ്ഞതുപോലെ ഈ മാസം ആ ഒരു നിക്ഷേപ തുകയോ സ്വർണമോ തിരികെ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. തട്ടിപ്പ് തുടരുകയാണ്. ഇനി എന്തായാലും എങ്ങനെയാണ് ഇനി ഈ നിക്ഷേപ സൗഹൃദ കൂട്ടായ്മയൊക്കെ ചേർന്ന് എങ്ങനെയാണ് ഇവരുടെ പ്രശ്നം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ.